എല്ലാവർക്കും മൈമെന്റർ PSC ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരുന്നു എന്നറിയാം. നമുക്ക് വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നവംബറിൽ LGSന്റെ പരീക്ഷ വരുന്നുണ്ട്. LDCയുടെ മറ്റ് ഫേസുകൾ ബാക്കിയുണ്ട്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് AI-യുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് AI-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. കറണ്ട് അഫയേഴ്സ് ആയിട്ടും മറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫാക്റ്റുകളായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ AI-യുടെ കാലഘട്ടമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിലും PSC ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിലും AI ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന PSC ചോദിക്കാൻ സാധ്യതയുള്ള AI ചോദ്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഞാൻ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ LGSൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് മൈമെന്റർ PSC ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മോഡൽ പരീക്ഷകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 3 മോഡൽ പരീക്ഷകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ്സുകൾ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഇനിയും സമയമുണ്ട്. ഇനിയും നമുക്ക് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേരുക. ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മെക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് AI എന്നറിയപ്പെടുന്നത് ജോൺ മെക്കാർത്തിയാണ്. അദ്ദേഹം അമേരിക്കൻ മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമായിരുന്നു. 2011 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയുടെ സ്ഥാപകരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോൺ മെക്കാർത്തി. ജോൺ മെക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിന്റെ പദവി കൊടുത്ത രാജ്യം. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് രാജ്യത്തിന്റെ ഉപദേഷ്ടാവിന്റെ പദവി കൊടുത്ത രാജ്യം റൊമാനിയയാണ്. 2023 റൊമാനിയയാണ് ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് രാജ്യത്തിന്റെ ഉപദേഷ്ടാവിന്റെ പദവി നൽകിയത് കേട്ടോ. അയോൺ എന്ന AI ബോട്ടിനാണ് ഈ പദവി കൊടുത്തത്. ആ AI ബോട്ടിന്റെ പേര്, ഉപദേഷ്ടാവിന്റെ പദവി കൊടുത്ത AI ബോട്ടിന്റെ പേര് അയോൺ എന്നാണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ, ലോകത്തിലെ ആദ്യ AI ഷിപ്പ് അല്ലെങ്കിൽ AI കപ്പൽ ഏതാണ്? മെയ്ഫ്ലവർ 400 ആണ്. മെയ്ഫ്ലവർ 400 ആണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ എന്ന് അറിയപ്പെടുന്നത്. UK-യിൽ നിന്നുള്ള മെയ്ഫ്ലവർ 400 ആണ്. ഈ കപ്പലിനെ മെയ്ഫ്ലവർ ഓട്ടോണോമസ് ഷിപ്പ് എന്നും അറിയപ്പെടുന്നു. MAS മെയ്ഫ്ലവർ ഓട്ടോണോമസ് ഷിപ്പ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ഏതാണ്? മെയ്ഫ്ലവർ 400 ആണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക, ലോകത്തിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ആരാണ്? ബിയാട്രിസ് ആണ് ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക. ബിയാട്രിസ് ആണ് ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക. ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദേവ് ആദിത്യ, ഡോക്ടർ പോൾ ഡി എന്നിവർ ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപികയായ ബിയാട്രിസിനെ വികസിപ്പിച്ചത്, ഡെവലപ്പ് ചെയ്ത ആരൊക്കെയാണ്? ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദേവ് ആദിത്യ, ഡോക്ടർ പോൾ ഡി എന്നിവരാണ് ബിയാട്രിസിനെ വികസിപ്പിച്ചത് കേട്ടോ. അടുത്ത ചോദ്യം, ChatGPTക്ക് പകരമായി ഗിഗാചാറ്റ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യം റഷ്യയാണ്. ChatGPTക്ക് പകരമായിട്ട് ഗിഗാചാറ്റ് എന്ന പേരിൽ AI ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യം റഷ്യയാണ് കേട്ടോ. റഷ്യയാണ്, ഓർത്തിരിക്കുക. റഷ്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് സ്ഥാപനമായ സെബർ ബാങ്ക് ആണ് ഇത് വികസിപ്പിച്ചത്. റഷ്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് സ്ഥാപനമായ സെബർ ബാങ്ക് ആണ് ഗിഗാചാറ്റ് എന്ന് പറയുന്ന AI ചാറ്റ് ബോട്ട് വികസിപ്പിച്ചത്. ഓക്കെ, അതും കൂടെ ഓർത്തു വെച്ചേക്കുക. അടുത്തത്, ChatGPTക്ക് സമാനമായി ചൈനീസ് സെർച്ച് എഞ്ചിനും AI കമ്പനിയുമായ ബൈദു അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏതാണ്? ഏർണിയാണ് ChatGPTക്ക് സമാനമായി ചൈനീസ് സെർച്ച് എഞ്ചിനും AI കമ്പനിയുമായ ബൈദു അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഏർണി. അപ്പോൾ ഈ ChatGPT എന്ന് പറയുന്ന AI ബോട്ട് വന്നതിന് ശേഷം ഒരുപാട് ബോട്ടുകൾ വികസിപ്പിക്കുന്നുണ്ട്. ഒരുപാട് AI ബോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ബൈദു എന്ന് പറയുന്ന ചൈനീസ് കമ്പനി,
ചൈനീസ് AI കമ്പനിയുമാണ് ബൈദു എന്നത് സെർച്ച് എഞ്ചിൻ കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, മൈക്രോസോഫ്റ്റ്, ബിങ്, യാഹു ഒക്കെ സെർച്ച് എഞ്ചിൻ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതുപോലെ ഒരു ചൈനീസ് സെർച്ച് എഞ്ചിനാണ് ബൈദു എന്ന് പറയുന്നത്. അതൊരു AI കമ്പനി കൂടിയാണ്. അപ്പോൾ ബൈദു അവതരിപ്പിച്ച ചാറ്റ് ബോട്ട്, ChatGPTക്ക് പകരമായി അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് എർണി. അപ്പോൾ ചൈനീസ് സെർച്ച് എഞ്ചിനായ ബൈദു അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് എർണി. അടുത്ത ചോദ്യം, ChatGPT നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം. ChatGPT ബാൻ ചെയ്ത ആദ്യ യൂറോപ്യൻ രാജ്യം ഇറ്റലിയാണ്. ChatGPT നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിരോധിച്ചു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നിരോധിക്കലല്ല ഉദ്ദേശിക്കുന്നത്, താൽക്കാലികമായിട്ട് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല താൽക്കാലികമായിട്ട്. കാരണം ഇപ്പോൾ രാജ്യസുരക്ഷ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് തൽക്കാലം ബാൻ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രാജ്യത്ത് സുരക്ഷയ്ക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള പഠനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ChatGPT നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലി. ഓക്കെ, അടുത്തത് ChatGPTക്ക് ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട്. ChatGPTക്ക് ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ജെമിനി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു വെച്ചേക്കുക, ഈ ജെമിനിയുടെ ആദ്യ പേര് ബാർഡ് എന്നായിരുന്നു, BARD. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം ഗൂഗിൾ ബാർഡ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ ജെമിനി എന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. ജെമിനിയാണ്. അപ്പോൾ ChatGPTക്ക് ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ജെമിനി. ഓക്കെ, ലാംഡ എന്ന AI ഭാഷ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? UAEയിലെ അബുദാബിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് കേട്ടോ. UAEയിലെ അബുദാബിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി, AI യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പേര് ഇതാണ്, മുഹമ്മദ് ബിൻ സയ്യിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ദി മുഹമ്മദ് ബിൻ സയ്യിദ് യൂണിവേഴ്സിറ്റി ഓഫ് AI എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. അപ്പോൾ ലോകത്തെ ആദ്യത്തെ AI സർവകലാശാല, AI യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? UAEയിലെ അബുദാബിയിലാണ്. UAEയുടെ തലസ്ഥാനമായ അബുദാബിയിലാണ്. അടുത്തത്, ലോകത്തിലെ ആദ്യ AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ലോകത്തിലെ ആദ്യ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ലണ്ടനിലാണ്. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടനിലാണ് ലോകത്തിലെ ആദ്യ AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. AISI AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. അടുത്തത്, ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ്. ലോകത്തിലെ ആദ്യ AI സബ്മിറ്റ്, AI ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ്. 2023 നവംബർ 1-2 തീയതികളിലാണ് ഉച്ചകോടി നടന്നത്. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ടാണ് കേട്ടോ. അടുത്തത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ ആണ് ChatGPTയുടെ ഫൗണ്ടർ. ChatGPTയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. അത് ഓർത്തു വെച്ചേക്കുക. ChatGPT നിർമ്മിച്ചത് OpenAI എന്ന് പറയുന്ന കമ്പനിയാണ് കേട്ടോ. OpenAI എന്ന AI കമ്പനിയാണ് ChatGPT വികസിപ്പിച്ചത്. ChatGPTയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. വികസിപ്പിച്ച കമ്പനി OpenAI ആണ്. ChatGPTയുടെ പൂർണ്ണരൂപം, ChatGPTയുടെ ഫുൾ ഫോം ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് ChatGPTയുടെ ഫുൾ ഫോം. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് ChatGPTയുടെ ഫുൾ ഫോം. അടുത്ത ചോദ്യം, ChatGPT സേവനം വെബ് സെർച്ചിൽ ആദ്യമായി അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് ബിങ് ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ ബിങ് എന്ന സെർച്ച് എഞ്ചിനാണ് ആദ്യമായിട്ട് വെബ് സെർച്ചിൽ ChatGPTയുടെ സേവനം ഇൻ്റഗ്രേറ്റ് ചെയ്തത് കേട്ടോ. വെബ് സെർച്ചിൽ ChatGPT ഇൻ്റഗ്രേറ്റ് ചെയ്ത ആദ്യ സെർച്ച് എഞ്ചിൻ മൈക്രോസോഫ്റ്റിന്റെ ബിങ് ആണ്. ഓർത്തു വെച്ചേക്കുക. അടുത്തത്, മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് മെറ്റ പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ലാമ 2. LLAMA ലാമ 2 ആണ് മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് മെറ്റ എന്ന കമ്പനി നമുക്കറിയാം, ഫേസ്ബുക്ക് അല്ലേ. പഴയ ഫേസ്ബുക്ക് ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് പേര് മാറ്റി മെറ്റ ആക്കിയത്. ഫേസ്ബുക്കിന്റെ പേരന്റ് കമ്പനി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എല്ലാം തന്നെ മെറ്റയുടെ കീഴിലാണ് ഇപ്പോൾ വരുന്നത്.
അപ്പോൾ മൈക്രോസോഫ്റ്റുമായി സഹകരിച്ച് മെറ്റ പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ലാമ 2 LLAMA2 ലാർജ് ലാംഗ്വേജ് മോഡൽ മെറ്റ AI എന്നാണ് ലാമയുടെ ഫുൾ ഫോം കേട്ടോ. LLAMA 2024 ജൂലൈയിൽ ഇതിൻ്റെ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, ലാമ 3.1. ലാമ 3.1 2024 ഈ വർഷം ജൂലൈയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പാട്ടുകൾ നിർമ്മിക്കാൻ ആരെയും പ്രാപ്തമാക്കുന്ന മെറ്റയുടെ AI സംവിധാനമാണ് ഓഡിയോ ക്രാഫ്റ്റ് കേട്ടോ. അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഓഡിയോ ക്രാഫ്റ്റ്. വികസിപ്പിച്ചത് മെറ്റയാണ് കേട്ടോ. മെറ്റയുടെ AI സംവിധാനമാണ് ഓഡിയോ ക്രാഫ്റ്റ്. നമുക്കറിയാം ഇപ്പോൾ പടം വരയ്ക്കാനും അതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ AI സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെ പാട്ടുണ്ടാക്കാനായിട്ട് മെറ്റ വികസിപ്പിച്ച AI സംവിധാനമാണ് ഓഡിയോ ക്രാഫ്റ്റ്. അടുത്തത് മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനമാണ് കോപ്പൈലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള AI സംവിധാനമാണ് കോപ്പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന വാർത്താ അവതാരകയെ സൃഷ്ടിച്ചത് കുവൈറ്റ് ആണ്. അപ്പോൾ കുവൈറ്റ് ആണ് ഫെദ എന്ന AI ന്യൂസ് ആങ്കറിനെ, AI വാർത്താ അവതാരകയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? കുവൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുവൈറ്റ് അവതരിപ്പിച്ച AI വാർത്താ അവതാരകയുടെ പേരാണ് ഫെദ. ഓർത്ത് വെച്ചേക്കുക. അടുത്തത് മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ ഇവാനാണ്. മീഡിയ 1 ന്യൂസ് ചാനൽ അവതരിപ്പിച്ച ഇവാനാണ് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ. AI ന്യൂസ് ആങ്കർ ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ AI ന്യൂസ് ആങ്കർ ആണ് മീഡിയ 1 അവതരിപ്പിച്ച ഇവാൻ. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ AI ന്യൂസ് ആങ്കർ അവതാരക ആരാണ്? സനയാണ്. ഇന്ത്യ ടുഡേ ആണ് അവതരിപ്പിച്ചത്. 2023 മാർച്ചിലാണ് സന എന്ന AI ന്യൂസ് ആങ്കറിനെ, വാർത്താ അവതാരകയെ ഇന്ത്യ ടുഡേ അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ AI ന്യൂസ് ആങ്കറാണ് മീഡിയ 1ന്റെ ഇവാൻ. ഇന്ത്യയിലെ ആദ്യത്തെ AI ന്യൂസ് ആങ്കറാണ് സന, ഇന്ത്യ ടുഡേ അവതരിപ്പിച്ച സന. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരക ആരാണ്? ലിസയാണ്. ഒഡീഷ TV അവതരിപ്പിച്ച ലിസയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരക കേട്ടോ. അപ്പൊ പ്രാദേശിക AI വാർത്താ അവതാരക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രാദേശിക ഭാഷ കൂടി സംസാരിക്കും അല്ലേ. സാധാരണ AI ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ AI സംവിധാനങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് ആങ്കറാണ് ലിസ എന്ന് പറയുന്നത്. ഒഡീഷ TV ആണ് അവതരിപ്പിച്ചത്. ഇംഗ്ലീഷും ഒഡിയയും സംസാരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ മീഡിയ 1ന്റെ ഇവാനും മലയാളം സംസാരിക്കും. പക്ഷേ അതും പ്രാദേശികമായിട്ടുള്ള ന്യൂസ് ആങ്കർ തന്നെയാണ്. പക്ഷെ ആദ്യം അവതരിപ്പിച്ചത്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ന്യൂസ് ആങ്കറിനെ അവതരിപ്പിച്ചത് ഒഡീഷ TV ആണ്. പേര് ലിസ. സംസാരിക്കുന്നത് ഇംഗ്ലീഷും ഒഡിയയും അല്ലേ. ഒഡീഷയുടെ പ്രാദേശിക ഭാഷയായ ഒഡിയയും ആ ന്യൂസ് ആങ്കർ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഈ വാർത്താ അവതാരകയുമായിട്ട് അല്ലെങ്കിൽ അവതാരകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ 3 ചോദ്യങ്ങളും അല്ലെങ്കിൽ ഫാക്റ്റുകളും ഒന്ന് നോക്കി വെച്ചേക്കുക, മാറിപ്പോകരുത്. മലയാളത്തിലെ ആദ്യത്തേത് ഇവാനാണ്, മീഡിയ 1 ചാനലിന്റെ ഇവാനാണ്. അടുത്ത ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് റേഡിയോ GPT. AI സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമാണ് റേഡിയോ GPT കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് റേഡിയോ GPT. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലേ, ചാറ്റ് GPT, റേഡിയോ GPT. അപ്പോൾ റേഡിയോ GPT. ഓക്കെ, ഒഹയോ ആസ്ഥാനമായുള്ള മീഡിയ കമ്പനിയായ ഫ്യൂച്ചറി ആണ് വികസിപ്പിച്ചെടുത്തത് കേട്ടോ. അമേരിക്കയിലെ USA ഒഹയോ ആസ്ഥാനമായിട്ടുള്ള മീഡിയ കമ്പനിയായ ഫ്യൂച്ചറിയാണ് റേഡിയോ GPT എന്ന് പറയുന്ന റേഡിയോ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ AI റേഡിയോ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് റേഡിയോ GPT. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ലെക്സിയാണ് ഇന്ത്യയിലെ ആദ്യ AI ചാറ്റ് ബോട്ട്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേരാണ് ലെക്സി. ഇത് ചാറ്റ് GPTയിൽ പ്രവർത്തിക്കുന്ന AI ചാറ്റ് ബോട്ടാണ് കേട്ടോ. ലെക്സി ചാറ്റ് GPTയിലാണ് പ്രവർത്തിക്കുന്നത്.
സാമ്പത്തിക സാങ്കേതിക സ്ഥാപനമായ വെലോസിറ്റി ആണ് പുറത്തിറക്കിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ AI ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ സ്ഥാപനത്തിന്റെ പേര് വെലോസിറ്റി എന്നാണ് കേട്ടോ. സാമ്പത്തിക സാങ്കേതിക സ്ഥാപനമാണ്. ഫിൻടെക് കമ്പനിയായ വെലോസിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ചാറ്റ് ബോട്ട് പുറത്തിറക്കുന്നത്. പേര് ലെക്സി. ഇത് ChatGPT-യിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനവും ചികിത്സയും വരുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് AI ബേസ്ഡ് ആയിട്ടുള്ള ഓങ്കോളജി സെന്റർ വന്നത്. ഇന്ത്യയിലെ ആദ്യ AI ബേസ്ഡ് ആയിട്ടുള്ള ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരിലെ അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയുടെ AI ക്യാപിറ്റൽ, ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം AI ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. തെലങ്കാനയിലെ ഹൈദരാബാദാണ്. 2028 കൂടി ഇന്ത്യയുടെ ഏറ്റവും വലിയ AI സിറ്റി രൂപപ്പെടുന്നതും എവിടെയാണ്? ഹൈദരാബാദാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ AI സിറ്റി, ലാർജസ്റ്റ് AI സിറ്റി 2028 കൂടി, ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2028 കൂടി രൂപപ്പെടുന്നതും എവിടെയാണ്? ഹൈദരാബാദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ AI ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. തെലങ്കാനയിലുള്ള ഹൈദരാബാദാണ്. 2028 കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ AI നഗരവും രൂപപ്പെടാനായിട്ട് പോകുന്നത് ഹൈദരാബാദ് തന്നെയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ലക്നൗ ആണ്. ഉത്തർപ്രദേശിലെ ലക്നൗ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം. അപ്പോൾ മാറിപ്പോകരുത് കേട്ടോ, ഇതൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. ഇന്ത്യയുടെ AI ക്യാപിറ്റൽ, AI തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ഏതാണ്? ലക്നൗ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ലക്നൗ ആണ്. അടുത്തത് ഗൂഗിളിന്റെ നേതൃത്വത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ലാബ് ഇന്ത്യയിൽ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഗൂഗിൾ റിസർച്ച് ഇന്ത്യ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഗൂഗിൾ റിസർച്ച് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരാണ് കേട്ടോ. ഗൂഗിളിന്റെ നേതൃത്വത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ലാബ് ഇന്ത്യയിൽ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ലാബിന്റെ പേര് ഗൂഗിൾ റിസർച്ച് ഇന്ത്യ എന്നാണ്. ഗൂഗിൾ റിസർച്ച് ഇന്ത്യ എന്നാണ് കേട്ടോ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI ചാറ്റ് ബോട്ട്, AI വോയിസ് ബോട്ട് കൊണ്ടുവന്ന ബാങ്ക് ഏതാണ്? കൊടക് മഹീന്ദ്ര ബാങ്ക് ആണ് കേട്ടോ. കിയ എന്നാണ് ആ വോയിസ് ബോട്ടിന്റെ പേര്. കിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്ക് കൊടക് മഹീന്ദ്ര ബാങ്ക് ആണ്. പേര് കിയ എന്നാണ് ആ AI വോയിസ് ബോട്ടിന്റെ പേര്. ഈ വോയിസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് സംസാരിച്ച് നമുക്ക് വോയിസ് ഇൻപുട്ടായിട്ട് കൊടുത്ത് നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം പല ബാങ്കിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് സൈഡിൽ ഒരു ചാറ്റ് വിൻഡോ ഓപ്പൺ ആയി വരും അല്ലേ, ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്താണ് ചോദിക്കുന്നത്. ഇത് വോയിസിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വോയിസ് ബോട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് AI ബേസ്ഡ് ആയിട്ടുള്ള വോയിസ് ബോട്ട് കൊണ്ടുവന്ന ബാങ്കാണ് കൊടക് മഹീന്ദ്ര ബാങ്ക്. അതിൻ്റെ പേര് കിയ എന്നാണ് ആ വോയിസ് ബോട്ടിൻ്റെ പേര്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് HR ഡിപ്പാർട്ട്മെന്റിൽ AI സംവിധാനം ഉപയോഗിച്ച ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ് കേട്ടോ. നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നത് അല്ലേ. അപ്പോൾ ആ വിഭാഗത്തിൽ AI സംവിധാനം ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ് കേട്ടോ. അടുത്തത് ആക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലേ, ആക്സിസ് ബാങ്ക്, ആക്സ അല്ലേ, ആക്സിസ് ബാങ്കിന്റെ വോയിസ് ബോട്ടാണ് ആക്സ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ വോയിസ് ബോട്ടിന്റെ പേര്
കെയ എന്നാണ് കേട്ടോ, KEYA, കെയ എന്നാണ്. കൊടക് മഹീന്ദ്ര ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വോയിസ് ബോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അത് കൊടക് മഹീന്ദ്ര ബാങ്കാണ്. ഇനി ആക്സിസ് ബാങ്കിന്റെ വോയിസ് ബോട്ടിന്റെ പേരാണ് ആക്സ, AXA, ആക്സ. അടുത്തത് രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് ആർട്ട് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കർണാടകയാണ്. കർണാടകയിലെ ബാംഗ്ലൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് ആർട്ട് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. കർണാടകയിലെ ബാംഗ്ലൂരിലാണ് ആർട്ട് പാർക്ക് നിലവിൽ വന്നത്. എന്താണ് ആർട്ട് പാർക്കിന്റെ ഫുൾ ഫോം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക്. അതാണ് ആർട്ട് പാർക്ക്. നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്, കർണാടകയിലെ ബാംഗ്ലൂരാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല നിലവിൽ വരുന്ന കർജത്ത് ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയാണ് കേട്ടോ, മഹാരാഷ്ട്രയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ കർജത്ത് ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല വരാനായിട്ട് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സർവകലാശാല നിലവിൽ വരുന്ന കർജത്ത് ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലെ കർജത്ത് ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സർവകലാശാല, AI അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി എന്നാണ്. യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി എന്നാണ് സർവകലാശാലയുടെ പേര്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സർവകലാശാല യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റിയാണ്. അത് വരാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ കർജത്ത് ക്യാമ്പസിലാണ്. ഓക്കെ, അടുത്തത് ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറിനെ അവതരിപ്പിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? അമിറ്റി യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ, അമിറ്റി യൂണിവേഴ്സിറ്റിയാണ്. പ്രൊഫസർ അമി എന്നാണ് ആ AI പ്രൊഫസറിന്റെ പേര്. ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ, ഓൺലൈൻ ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറിനെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റിയാണ് അമിറ്റി യൂണിവേഴ്സിറ്റി കേട്ടോ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സ്ഥിതി ചെയ്യുന്ന പ്രൈവറ്റ് റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് അമിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ AI പ്രൊഫസറിനെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റിയാണ് അമിറ്റി യൂണിവേഴ്സിറ്റി, നോയിഡയിലുള്ള അമിറ്റി യൂണിവേഴ്സിറ്റി. പ്രൊഫസറിന്റെ പേര് പ്രൊഫസർ അമി. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള്, കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ഏതാണ്? ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂളാണ്. തിരുവനന്തപുരത്തെ പോത്തൻകോടുള്ള ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂളാണ് കേരളത്തിലെ ആദ്യ AI സ്കൂൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് എന്ന ഖ്യാതി ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പോത്തൻകോടുള്ള ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂളിനാണ് കേട്ടോ. അടുത്തത് ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ChatGPT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ കോടതി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് കേട്ടോ. ചണ്ഡീഗഡുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ChatGPT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ കോടതി. ജാമ്യാപേക്ഷയിൽ വിധി പറയാനായിട്ട് ChatGPT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായ ചണ്ഡീഗഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ഈ ChatGPT സാങ്കേതിക വിദ്യ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടി? ജാമ്യാപേക്ഷയിൽ വിധി പറയാനായിട്ട്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഐറയാണ് കേട്ടോ. IRAH ഐറയാണ് ഇന്ത്യയിലെ ആദ്യ AI സിനിമ. ഐറയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ, ഐറയാണ്. ആരാണ് ഡയറക്റ്റ് ചെയ്ത? സംവിധാനം സാം ഭട്ടാചാർജിയാണ് ഐറ എന്ന AI സിനിമ, ഇന്ത്യയുടെ ആദ്യ AI സിനിമയായ ഐറയുടെ സംവിധാനം നിർവഹിച്ചത് സാം ഭട്ടാചാർജിയാണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൾ വഹാബ്. നമ്മുടെ ഹൃദയം സിനിമയുടെയൊക്കെ സംവിധായകനായ ഹിഷാം അബ്ദുൾ വഹാബാണ് ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച
കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ ആരാണ്? ഹിഷാം അബ്ദുൽ വഹാബാണ്. ഏത് പാട്ടിലാണ് സിംഗറിനെ ഗായികയെ അവതരിപ്പിച്ചത്? ഷാർട്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പാട്ടിലാണ് ഹിഷാം അബ്ദുൽ വഹാബ് ഗായികയെ അവതരിപ്പിച്ചത്. ഗായികയുടെ പേര് ലിൻഡ AI. ലിൻഡ AI എന്ന് പറയുന്ന വോയിസ് ആണ് ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സിംഗർ ഗായിക ആരും ചോദിച്ചു കഴിഞ്ഞാൽ ലിൻഡ AI ആണ്. പാടിയ പാട്ട് ഷാർട്സ് ഓഫ് ഡ്രീംസ്. മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത ആരാണ്? ഹിഷാം അബ്ദുൽ വഹാബാണ്. മലയാളി സംഗീത സംവിധായകനായ ഹിഷാം അബ്ദുൽ വഹാബാണ് കേട്ടോ. അടുത്ത ചോദ്യങ്ങൾ. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം യുവാക്കൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പ്രോഗ്രാമാണ് AI for India 2.0 കേട്ടോ. അപ്പോൾ ഒരു പദ്ധതിയാണ്. ആരുടെ പദ്ധതിയാണ്? മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രീനർഷിപ്പിന്റെ പദ്ധതിയാണ് AI for India 2.0 കേട്ടോ. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രീനർഷിപ്പ് യുവാക്കൾക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പ്രോഗ്രാമാണ് AI for India 2.0. AI for India 2.0 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത്, ജനങ്ങൾക്ക് ആധാർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നതിന് UIDAI, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണല്ലേ. UIDAI നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് UIDAI ആണ്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ആധാർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുന്നതിന് UIDAI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര. കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. ആധാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനായിട്ട് പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് AI ചാറ്റ് ബോട്ടാണ്, ആധാർ മിത്ര. ആധാർ മിത്ര. അടുത്തത്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ പ്രമുഖ നിയമ സാങ്കേതിക കമ്പനിയായ ജൂപ്പിറ്റസ് അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് സായ. അപ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ പ്രമുഖ നിയമ സാങ്കേതിക കമ്പനിയായ ജൂപ്പിറ്റസ് അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ സായയാണ് ഉത്തരം. സായയാണ് ഉത്തരം. നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ആ ഒരു ചോദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. സായയാണ്. അടുത്തതാ, ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് അവതരിപ്പിച്ച വാട്സാപ്പ് ചാറ്റ് ബോട്ടിന്റെ പേര് ബാൽമിത്ര. അപ്പോൾ ബാൽമിത്ര എന്ന് പറയുന്ന വാട്സാപ്പ് ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കൊണ്ടുവന്ന വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് ബാൽമിത്ര എന്ന് പറയുന്നത് കേട്ടോ. ബാൽമിത്ര എന്ന ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റി ഡ്രോൺ സിസ്റ്റം ഇന്ദ്രജാലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആന്റി ഡ്രോൺ സിസ്റ്റം എന്താണ്? ഇന്ദ്രജാലാണ് കേട്ടോ. അപ്പോൾ ഈ ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആന്റി ഡ്രോൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഉള്ള ഒരു സിസ്റ്റമാണ് ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എയർക്രാഫ്റ്റും ഹെലികോപ്റ്ററും മറ്റു യുദ്ധവിമാനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വ്യോമ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, റഡാറിലൊക്കെ അറിയാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഡ്രോൺ അങ്ങനെയല്ല, പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഡ്രോണിൽ കൊണ്ടുവന്ന് ബോംബിടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തടയുന്നതിനായിട്ട് ഉള്ള സിസ്റ്റമാണ്, അങ്ങനെയുള്ള ഡ്രോണുകളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള സിസ്റ്റമാണ് ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ AI ആന്റി ഡ്രോൺ സിസ്റ്റം ഏതാണ്? ഇന്ദ്രജാലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റി ഡ്രോൺ സിസ്റ്റം. ഇന്ദ്രജാലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ചാറ്റ് GPTക്ക് ബദലായി ഇന്ത്യൻ കമ്പനിയായ ഒല വികസിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഏതാണ്? കൃത്രിമാണ്. അല്ലേ, കൃത്രിമം എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. കൃത്രിമാണ് കേട്ടോ. കൃത്രിമാണ് ചാറ്റ് GPTക്ക് ബദലായി ഇന്ത്യൻ കമ്പനിയായ ഒല. നമുക്കറിയാലോ, ഓല ക്യാബ് ഉണ്ട്, അതുപോലെ തന്നെ ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്. അപ്പോൾ ഓല വികസിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ബഹുഭാഷ മൾട്ടിലിംഗ്വൽ AI പ്ലാറ്റ്ഫോമാണ് കൃത്രിം. 22 ഇന്ത്യൻ ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമിന് മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിൽ പ്രതികരിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ ചാറ്റ് GPTക്ക് ബദലായി ഇന്ത്യൻ കമ്പനിയായ ഒല വികസിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ബഹുഭാഷ AI പ്ലാറ്റ്ഫോമിന്റെ പേരാണ് കൃത്രിം. ഓക്കെ, അപ്പോൾ ചാറ്റ് GPTക്ക് ബദലായി ഒല അവതരിപ്പിക്കുന്ന ഇന്ത്യൻ കമ്പനിയായ ഒല അവതരിപ്പിക്കുന്ന ബഹുഭാഷ AI പ്ലാറ്റ്ഫോമാണ് കൃത്രിമ. 22 ഇന്ത്യൻ ഭാഷകൾ മനസ്സിലാക്കാൻ ആ AI ബോട്ടിന് സാധിക്കും.
അതുകൂടാതെ മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിൽ പ്രതികരിക്കാനും കഴിയും. ഓക്കെ, മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിൽ പ്രതികരിക്കാൻ, തിരിച്ച് മറുപടി തരാനും കഴിയും. ഓക്കെ, അടുത്തത് തീവണ്ടി തട്ടി ആനകൾ ചരിയുന്നത് തടയാൻ റെയിൽവേ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഗജരാജ്. അതായത് ഈ തീവണ്ടി ഇടിച്ച് ആനകൾ മരിക്കുന്നത് ഒഴിവാക്കാനായിട്ട് റെയിൽവേ അവതരിപ്പിച്ച AI അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഗജരാജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ നവീകരണവും സഹകരണവും വളർച്ചയും ഉത്തേജിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല തൃശ്ശൂരാണ്. അപ്പൊ പോയിന്റ് ഇതാണ്, കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല തൃശ്ശൂരാണ്. അടുത്തിടെ ബിവറേജ് കമ്പനിയായ ഡിക്റ്റേഡർ അതിന്റെ പരീക്ഷാത്മക CEO ആയി നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവർ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് മിഖ എന്നാണ് കേട്ടോ. അടുത്തിടെ പോളണ്ടിലെ ഡിക്റ്റേഡർ എന്ന് പറയുന്ന ബിവറേജ് കമ്പനി അവരുടെ കമ്പനിയുടെ CEO ആയിട്ട് ഒരു AI റോബോട്ടിനെ, ഒരു AI ബോട്ടിനെ നിയമിച്ചു. ആ ബോട്ടിന്റെ പേര് മിഖ എന്നാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ AI CEO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഖയാണ് കേട്ടോ. പോളണ്ട് കമ്പനിയായ ഡിക്റ്റേഡർ എന്ന് പറയുന്ന കമ്പനിയാണ് അവരുടെ CEO ആയിട്ട് പരീക്ഷാത്മകമായിട്ട് ആ കമ്പനിയുടെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ഒരു AI ബോട്ടിനെ നിയമിച്ചത്. പേര് മിഖയാണ്. അടുത്തത് ഒരാൾക്ക് അനുവദനീയമായ 9 സിം കാർഡുകളിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നവരെ കണ്ടെത്താനായി കേന്ദ്രത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംവിധാനമാണ് ASTR. എന്താണ്? ഒരാൾക്ക് അനുവദനീയമായ 9 സിം കാർഡുകൾ, ഒരാളുടെ പേരിൽ 9 സിം കാർഡുകൾ വരെ എടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ അനധികൃതമായിട്ട് ആരെങ്കിലും സിം കാർഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് തടയാനും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനും വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ AI സംവിധാനമാണ് ASTR എന്ന് പറയുന്നത് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ പവേർഡ് സൊല്യൂഷൻ ഫോർ ടെലികോം സിം സബ്സ്ക്രൈബർ വെരിഫിക്കേഷൻ. എന്താണ്? ടെലികോം സിം എടുക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ വെരിഫൈ ചെയ്യുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ ഉപയോഗിച്ചുകൊണ്ട്. നമുക്കറിയാം, നമ്മളൊരു സിം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ കൊടുക്കും അല്ലേ, ഫോട്ടോ ആഡ് ചെയ്യും. അപ്പോൾ ഓരോ കണക്ഷൻ്റെ കൂടെ ഒരു ഡേറ്റാ ബേസിൽ ഒരു ഫോട്ടോ ഉണ്ടാവും, ആ എടുത്ത ആളുടെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ ഫോട്ടോയിൽ 9 കൂടുതൽ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഡേറ്റാ ബേസിൽ ഈ ഒരു AI സംവിധാനം ഉപയോഗിച്ചാൽ മതി, ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചാൽ മതി. പല പേരിലോ പല അഡ്രസ്സിലോ ഒക്കെ എടുത്താലും ആ ഫോട്ടോ സെയിം ആണെങ്കിൽ എന്താണ്, അത് കൃത്യമായിട്ട് ഒരാളുടെ പല പേരാണെങ്കിൽ പോലും ഫോട്ടോ സെയിം ആണ്, അത് ഒരാൾ തന്നെയാണെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, AI സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് അനുവദനീയമായ 9 സിം കാർഡുകളിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നവരെ കണ്ടെത്താനായി കേന്ദ്രത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംവിധാനമാണ് ASTR എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2022 ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് GPAI. 2022 ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ജപ്പാനാണ്. ജപ്പാനിൽ വെച്ചാണ് 2022 GPAI ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടന്നത്. ജപ്പാനിൽ വെച്ചാണ്. 2023 ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ് കേട്ടോ, ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിൽ വെച്ചാണ് 2023 GPAI ഉച്ചകോടി നടന്നത്. വേദികളാണ് ഓർത്തു വെച്ചേക്കുക. 2022 GPAI ഉച്ചകോടി നടന്നത് ജപ്പാനിൽ വെച്ചാണ്. 2023 GPAI ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി നടന്നത് ഡൽഹിയിലാണ്, ഇന്ത്യയിലെ ഡൽഹിയിൽ വെച്ചാണ്. അടുത്തത് ഇലോൺ മസ്ക് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? XAI ആണ്. XAI ആണ് ഇലോൺ മസ്ക് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേരാണ് XAI എന്ന് പറയുന്നത്. അടുത്തത് XAI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിലും പറഞ്ഞൊരു പോയിന്റ് ആണ്, ഈ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലോൺ മസ്ക് പുതുതായിട്ട് ആരംഭിച്ച AI കമ്പനിയുടെ പേരാണ് XAI എന്ന് പറയുന്നത്. XAI കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്നാണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര് കേട്ടോ. XAI ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള XAI എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക്. അടുത്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു പോയിന്റ് ആണ്, കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വാക്കിനെയാണ്? AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. കോളിൻസ് ഡിക്ഷണറി, ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്.
അത് 2023 വാക്കായിട്ട് ദ വേർഡ് ഓഫ് ദി ഇയർ 2023 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് എ ആണ്. നമുക്കറിയാം എ എന്ന വാക്ക് ഇപ്പോൾ എന്താണ് എല്ലായിടത്തും കേൾക്കുന്നുണ്ടല്ലോ, എന്തെടുത്താലും എ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും എ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളും അല്ലെങ്കിൽ മറ്റ് റിസർച്ചും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2023 വാക്കായി കോളിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത് എ ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ പ്രധാനപ്പെട്ട എ ചോദ്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് എയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എ എന്ന വാക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും എ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ നോളേജ് എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമല്ല, കറണ്ട് അഫയേഴ്സിലും ഇതിന് റെലവൻസ് കൂടുതലാണ്. കാരണം പല കാര്യങ്ങളും ഈ ഒരു 3-4 വർഷത്തിലാണ് പല കാര്യങ്ങളും വന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും എ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഒരുപാട് പരീക്ഷകളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. PSCയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്